CPM അംഗമല്ല, സഹയാത്രികനാണ്. മമ്മൂട്ടി കൈരളി ചാനലിന്റെ ചെയർമാനായിട്ട് 25 വർഷം കഴിഞ്ഞു. 25 വർഷം അദ്ദേഹം ചാനലിന്റെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ടാണ് കരുതപ്പെട്ടത്. പക്ഷെ അതിനുശേഷം വന്ന സുരേഷ് ഗോപി രാജ്യസഭാ അംഗമായി, അത് കഴിഞ്ഞ ശേഷം പാർലമെന്റ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ജയിച്ചു, കേന്ദ്രമന്ത്രിയായി. ഞാൻ പറഞ്ഞതിന്റെ അല്ല, ഒരു ഇടതുപക്ഷ സഹയാത്രികനായി മമ്മൂട്ടി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു രാജ്യസഭാ പദവി കിട്ടുമെന്ന് കരുതി. ആ 25 വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് രാജ്യസഭാ പദവി. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, ഇത് 2ാം തവണയാണ് ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ. ഇതേ ഇന്റർവ്യൂ ഞാൻ 2ാം തവണയാണ് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ഇത്തവണ അത് പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇതിങ്ങനെ ആവർത്തിക്കുന്നത് എന്നൊരു ഭയങ്കര കൺഫ്യൂഷന് പുറത്താണ്. ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് കൈരളി ചാനലിന്റെ MD സ്ഥാനത്ത് ഏറെക്കാലമായി മമ്മൂട്ടി കേട്ടാണ്. ഈ അടുത്ത എത്രയോ കാലമായി മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ അത് തലപ്പത്ത് തന്നെയാണ്. ഇദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയെ കൃത്യമായിട്ടും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് തൊട്ടു മുമ്പ് തന്നെ നമ്മുടെ സുരേഷ് ഗോപി ഇറങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഒരു MP സ്ഥാനത്തേക്ക് എത്താനൊക്കെ ഒരു വലിയ ആഗ്രഹം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനുണ്ടായിരുന്നു. CPM അതിനനുവദിച്ചില്ല എന്നതാണ്, അല്ലെങ്കിൽ CPM അതിനു വേണ്ടി ഒരു സീറ്റ് ഒരുക്കി കൊടുത്തില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇദ്ദേഹം ഏറെക്കാലം കൈരളി ചാനലും ദേശാഭിമാനിലൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് അങ്ങനത്തെ ഒരു അഭിപ്രായം ഉണ്ടോ എന്നുള്ളതാണ്. മമ്മൂട്ടി എപ്പോഴെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് അത് പറയും. ഈവൻ ഈ അടുത്ത കാലത്ത് പോലും സുരേഷ് ഗോപിയെ കണ്ട സമയത്ത് സുരേഷ് ഗോപി മമ്മൂട്ടിയോട് പറയുന്നുണ്ട്, എന്നെ പോലൊക്കെ നിങ്ങൾക്ക് ആകാമായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തൊഴുത് പിൻവാങ്ങുന്നുണ്ട്. ഒരു രസകരമായ തമാശ സീനായിട്ട് അതിനെല്ലാവരും കണ്ടതാ. ഞാനും ആ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇദ്ദേഹം വീണ്ടും വന്നിരുന്നിട്ട് ഈ ചാനൽ പ്രവർത്തകർ പറയുന്നു മമ്മൂട്ടിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. മമ്മൂട്ടി എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. മമ്മൂട്ടിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എന്ന് ഇറങ്ങണമായിരുന്നു, അല്ലെങ്കിൽ എന്ന് ഇറങ്ങുമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹത്തിന് ഇത്രയൊന്നും കാലം ഇങ്ങനെ കഴിച്ചു കൂട്ടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ. എത്രയോ കാലമായിട്ട് അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. സത്യമാണ്, അദ്ദേഹം ഒരു CPM പ്രവർത്തകനല്ല, പക്ഷേ CPM അനുഭാവിയാണ്. മമ്മൂട്ടി തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷക്കാരനാണ്. കലാകാരന്മാർക്ക് ഒരു ഇടതുപക്ഷക്കാരനാവാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരല്പം പ്രയാസമാണ്. കാരണം ഒരൊറ്റ മതത്തിൽ, അല്ലെങ്കിൽ ആ മതത്തിലെ ആളുകൾ മാത്രമാണ് ശരിയെന്ന് പറയുന്ന അത്തരം കാഴ്ചപ്പാടുകളുമായിട്ട് മുന്നോട്ട് പോകാൻ സിനിമ എന്ന് പറയുന്ന മേഖലയിൽ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ കല എന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷെ ഒരു ഇടതുപക്ഷ മനസ്സുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ വഴങ്ങുക, അല്ലെങ്കിൽ കല ഉപയോഗിക്കുന്ന ആളുകൾ മുഴുവൻ ഇടതുപക്ഷ മനസ്സുള്ളവരായി തീരുകയെങ്കിലും ചെയ്യാറുണ്ട്. അറിയാതെ അതായി പോകും, ഒരു മനുഷ്യനായി പോകും. അതൊക്കെ ഒരു നല്ല മനുഷ്യനായി തീരുക എന്നുള്ളത് തന്നെയാണ് ഒരു ഇടതുപക്ഷ മനസ്സ് എന്ന് എനിക്ക് തീർച്ചയായിട്ടും ബോധ്യമുണ്ട്. അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇടതുപക്ഷക്കാരാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇടതുപക്ഷത്തോട്, കമ്മ്യൂണിസ്റ്റിനോട് അപാരമായിട്ടുള്ള സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം കൈരളിയിലുണ്ട്. കൈരളിലെ ജ്വാല അവാർഡുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിന് മുൻനിരയില് എന്ത് തിരക്കുണ്ടെങ്കിലും ആ പ്രോഗ്രാമിന് അദ്ദേഹം വരാതിരിക്കില്ല. ഈ അടുത്ത് പോലെ ഒരു ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം സംസാരിക്കുന്ന വർത്തമാനങ്ങളൊക്കെ കേട്ടതാ. എന്തിനാണ് നിങ്ങൾ കരയുന്നതെന്ന് ഒരു ട്രാൻസ്ജെൻഡറോട് അദ്ദേഹം ചോദിക്കുന്ന വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹം പറയുന്നത് പരിപൂർണമായിട്ട് കേട്ടിട്ട് നമുക്ക് കാര്യത്തിലേക്ക് അടങ്ങാം. മമ്മൂട്ടി ഇപ്പോഴും CPM അംഗമല്ല, സഹയാത്രികനാണ്. മമ്മൂട്ടി കൈരളി ചാനലിന്റെ ചെയർമാനായിട്ട് 25 വർഷം കഴിഞ്ഞു. 25 വർഷം അദ്ദേഹം ചാനലിന്റെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ടാണ് കരുതപ്പെട്ടത്. പക്ഷെ അതിനുശേഷം വന്ന സുരേഷ് ഗോപി രാജ്യസഭാ അംഗമായി, അത് കഴിഞ്ഞ ശേഷം പാർലമെന്റ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ജയിച്ചു, കേന്ദ്രമന്ത്രിയായി. ഞാൻ പറഞ്ഞതിന്റെ അല്ല, ഒരു ഇടതുപക്ഷ സഹയാത്രികനായി മമ്മൂട്ടി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു രാജ്യസഭാ പദവി കിട്ടുമെന്ന് കരുതി. ആ 25 വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് രാജ്യസഭാ പദവി കിട്ടിയില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് പത്മശ്രീ, പത്മഭൂഷൺ തുടങ്ങിയ പദവികൾ ലഭിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസ് സർക്കാരുകളുടെ സംഭാവനയാണ്. CPMന്റെ ഭരണം വന്ന സന്ദർഭങ്ങളിൽ CPM ഭരണം നോക്കുമ്പോൾ സ്റ്റേറ്റ് അവാർഡുകൾ നോക്കിയാൽ പോലും മമ്മൂട്ടിക്ക് സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയിട്ടില്ല. അപ്പോൾ CPM സഹയാത്രികനായി നിന്നതുകൊണ്ട് മമ്മൂട്ടി വ്യക്തിപരമായി ഒരു ലാഭവും കിട്ടിയിട്ടില്ല. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, എനിക്കപ്പം പറയാനുള്ളത് CPM എന്ന് പറയുന്ന ആ ഒരു പാർട്ടി പ്രവർത്തിക്കുന്നത് അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് മുഴുവൻ അവാർഡ് കൊടുക്കാനല്ല. ആ ഒരു സമയത്ത് അവാർഡ് നിശ്ചയിക്കുന്നത് എന്റെ പൊന്നു സുഹൃത്തെ പിണറായി വിജയനല്ല, അല്ലെങ്കിൽ CPMന്റെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് കൊടുക്കുന്ന ഒരു ലിസ്റ്റ് അല്ല അവാർഡായിട്ട് പ്രഖ്യാപിക്കുന്നത്. ആ സമയം ഇറങ്ങുന്ന സിനിമകളെ പരിശോധിക്കാനുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു. ആ കമ്മിറ്റി തീരുമാനിക്കപ്പെടുന്നു ആർക്കൊക്കെ വേണ്ട എന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിന് കേന്ദ്ര അവാർഡുകൾ പലതും കിട്ടിയിട്ടില്ല. പത്മ അവാർഡുകളൊക്കെ മറ്റും കിട്ടാനുണ്ട്. എന്തുകൊണ്ട് കിട്ടുന്നില്ല? പച്ച മലയാളം, അദ്ദേഹം ഒരു മുസ്ലിമാണ്.
അതിനപ്പുറത്തേക്ക് എനിക്ക് അതിൽ ആൻസർ ഒന്നുമില്ല. അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരന്, കമ്മ്യൂണിസ്റ്റുകാരന്, കമ്മ്യൂണിസ്റ്റ് ബോധ്യമുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. ജാതി മതം നോക്കാതെ എല്ലാവരും സഹായിക്കുന്ന മനുഷ്യനാണ്. ഒപ്പം തന്നെ അയാളൊരു മുസ്ലിമാണ്. ആ ഒരൊറ്റ കാരണം മതി അദ്ദേഹത്തിന് അവാർഡുകൾ നിഷേധിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. നോക്കൂ, കഴിഞ്ഞ തവണ അല്ലു അർജുനാണ് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത്. ചിരിച്ചു പോയിന്റ് പൊന്നു സുഹൃത്ത്, എന്നാ തേങ്ങ ചെയ്തിട്ടാണ് അല്ലു അർജുനൊക്കെ അവാർഡ് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഇപ്രാവശ്യത്തെ പത്മ അവാർഡ് കൊടുത്ത ലിസ്റ്റില് ബാലയ്യ എന്നെ കുന്തത്തിന് അങ്ങനെയൊക്കെ ഏറ്റവും അവാർഡുകൾ ഏറ്റവും മലീമസമായി കൊണ്ടിരിക്കുന്ന, ഏറ്റവും മോശമായി കൊണ്ടിരിക്കുന്ന, ഏറ്റവും എന്താ പറയുക വേഴ്സ്റ്റ് എന്ന രീതിയിൽ ഉള്ള ആളുകൾക്കും നടന്മാർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇത്ര അവാർഡുകൾ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ മമ്മൂട്ടിക്ക് ഇനി വേണ്ടത്. അത് കയ്യിൽ വാങ്ങിക്കുന്നത് വളരെ മോശമായിരിക്കും മമ്മൂട്ടിയെ സംബന്ധിച്ച്. അദ്ദേഹത്തിന് ജനങ്ങൾ കൊടുക്കുന്ന ഒരു ഗംഭീര അവാർഡുകളുണ്ട്. മനസ്സിൽ അങ്ങനെ ഒരു പ്രൊമോഷനും ഇല്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ പോലും സിനിമ ഞങ്ങൾ പോയി കാണും എന്ന് പറയുന്ന ആ ഒരു മെന്റാലിറ്റി ഉണ്ടോ, അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ അവാർഡ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു കേട്ടോ. എന്തായാലും ബാക്കി കേൾക്കാം. അതിൽ മമ്മൂട്ടിക്ക് വ്യസനമുണ്ട്. ഞാനിത് പറയാൻ കാരണം എന്നുണ്ടെങ്കിൽ കൈരളിയുടെ 25ാം വാർഷികം നടന്ന ഒരു മീറ്റിംഗിൽ ഞാൻ കൈരളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ കൈരളി TV നോക്കിയപ്പോൾ മമ്മൂട്ടി അത് അധ്യക്ഷ വഹിക്കുന്നതാണ് ഞാൻ കരുതി. പക്ഷെ മമ്മൂട്ടി വഹിക്കുന്നത് അല്ല അധ്യക്ഷൻ. മമ്മൂട്ടി വരുമെന്ന് കരുതിയപ്പോൾ പിണറായി ഉദ്ഘാടനം ചെയ്തു. അപ്പൊ മമ്മൂട്ടി എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സാധാരണഗതിയിൽ എല്ലാ ജനറൽ ബോഡിയിലും പങ്കെടുക്കുന്നതാണ്. ഇപ്പൊ ജനറൽ ബോഡി പങ്കെടുക്കുന്നത് ഓൺലൈനിലാണ്. അപ്പം മമ്മൂട്ടി കൈരളി TVയുടെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ പോലും വരാറില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ചില സ്വകാര്യ ദുഃഖങ്ങൾ ഉണ്ടെന്ന വളരെ അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. എന്തായാലും അതൊരു സ്വകാര്യ ദുഃഖമായിട്ട് തന്നെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ അത് സ്വകാര്യ ദുഃഖമാണെങ്കിൽ ഇപ്പോഴും മമ്മൂട്ടി അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം അല്ലു അർജുനൊക്കെ കിട്ടിയ വലിയ സ്റ്റേറ്റ് അവാർഡുകൾ, ഇത്ര അവാർഡുകളൊക്കെ എന്തിനാണ് മമ്മൂട്ടിക്ക്? അല്ലേ മമ്മൂട്ടി അവിടെ കിടക്കുന്നത്, അല്ലു അർജുൻ അവിടെ കിടക്കുന്നത്? അത്രയും മോശമായി പോയില്ല അവാർഡുകളൊക്കെ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയും ഗ്രേറ്റ് എന്റർടൈനേഴ്സിന് കിട്ടിയ അവാർഡുകളാണ്. അത്തരം അവാർഡുകളൊക്കെ ഒരു അഭിനയത്തിന്റെ 7 അയലത്ത് പോവാത്ത ആളുകൾക്ക് കൊടുക്കുന്ന അവാർഡുകളൊക്കെ ഇദ്ദേഹത്തിന് എന്തിനാണ്? പിന്നെ മറ്റു പറഞ്ഞില്ല, അത് പക്ക രാഷ്ട്രീയമാണ്. മമ്മൂട്ടിക്ക് അത്തരം അവാർഡുകൾ കൊടുക്കാതിരിക്കുന്നത് കൃത്യമായിട്ട് രാഷ്ട്രീയം തന്നെയാണെന്നതിൽ എനിക്ക് വലിയ ഡൗട്ടുകളൊന്നുമില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കാം. നിങ്ങൾ എന്ത് ചിന്തിക്കും? എന്തുകൊണ്ടായിരിക്കാം മമ്മൂട്ടിക്ക് അടുത്ത കാലത്ത് ഇപ്പോ ഈ പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ച് ലിസ്റ്റിലില്ല, അദ്ദേഹത്തിന്റെ പേര് ലിസ്റ്റിലില്ല? അത് ഇടതുപക്ഷത്തിന് കുഴപ്പമാണോ? അല്ല, ഇടതുപക്ഷത്തിന് കുഴപ്പമല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇടതുപക്ഷക്കാരനായതിന്റെ കുറിച്ചാണ്. എനിക്ക് അങ്ങനെ ചിന്തിക്കാനാണ് കൂടുതൽ ഒരു നല്ല ശരിയെന്ന് തോന്നുന്നത്. അദ്ദേഹം ഇടതുപക്ഷക്കാരനായതിന്റെ പ്രശ്നമാണ്, അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതിന്റെ പ്രശ്നമാണ്, ഒരു നല്ല മുസ്ലിം ആയതിന്റെ പ്രശ്നമാണ്. എനിക്ക് അങ്ങനെയൊക്കെയാണ് എന്റെ ചിന്ത പോകുന്നത് കേട്ടോ. ഇതിനൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല കേട്ടോ. അഭിപ്രായങ്ങൾ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് നമുക്ക് ഈ വീഡിയോ എത്തിക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലെ സുഹൃത്തുക്കളെ? ബൈ.